സമുദ്രത്തിലെ വിവിധ മേഖലകൾ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളാക്കി തിരിച്ചിരിക്കുന്നു. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളാക്കി തിരിച്ചിരിക്കുന്നു. പാർട്ട് 1 യൂഫോട്ടിക് മേഖല സമുദ്രോപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലുള്ള മേഖലയാണ് ഇത്. സമുദ്രോപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലുള്ള മേഖലയാണ് ഇത്. താപനില ഏറ്റവും കൂടുതലുള്ള മേഖലയാണ് 25 ഡിഗ്രി സെൽഷ്യസ് വരെ. താപനില ഏറ്റവും കൂടുതലുള്ള മേഖലയാണ് 25 ഡിഗ്രി സെൽഷ്യസ് വരെ. നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ അധിവസിക്കുന്നു. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഏക സമുദ്ര മേഖലയാണ്. അതിനാൽ ഈ മേഖല സൺലൈറ്റ് സോൺ എന്നും ഫോട്ടിക് സോൺ എന്നും അറിയപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഏക സമുദ്രമേഖലയാണ്. അതിനാൽ ഈ മേഖല സൺലൈറ്റ് സോൺ എന്നും ഫോട്ടിക് സോൺ എന്നും അറിയപ്പെടുന്നു. ഫൈറ്റോ പ്ലാങ്ക്ടൺ, ചെറിയ മീനുകൾ, കടൽച്ചെടികൾ, ഡോൾഫിനുകൾ, സ്രാവുകൾ, കടലാമകൾ, പവിഴപ്പുറ്റുകൾ എന്നിവ കൂടുതലായി കാണപ്പെടുന്നു. ഫൈറ്റോ പ്ലാങ്ക്ടൺ, ചെറിയ മീനുകൾ, കടൽച്ചെടികൾ, ഡോൾഫിനുകൾ, സ്രാവുകൾ, കടലാമകൾ, പവിഴപ്പുറ്റുകൾ എന്നിവ കൂടുതലായി കാണപ്പെടുന്നു. ഭൂമിയിലെ ഓക്സിജൻ ഉത്പാദനത്തിൻ്റെ 50 മുതൽ 80% വരെ ഫൈറ്റോ പ്ലാങ്ക്ടണുകൾ വഴി ഈ മേഖലയിലാണ്. ഭൂമിയിലെ ഓക്സിജൻ ഉത്പാദനത്തിൻ്റെ 50 മുതൽ 80% വരെ ഫൈറ്റോ പ്ലാങ്ക്ടണുകൾ വഴി ഈ മേഖലയിലാണ്. സമുദ്രത്തിലെ ആഹാര ശൃംഖലയുടെ അടിസ്ഥാനം ഈ മേഖലയാണ്. ജലസമ്മർദ്ദം കുറവാണ്. തിരകൾ, പ്രവാഹങ്ങൾ, കൊടുങ്കാറ്റുകൾ എന്നിവയുടെ സ്വാധീനം നേരിട്ട് അനുഭവപ്പെടുന്നു. ലോകത്തിലെ ഭൂരിഭാഗം മത്സ്യബന്ധനവും നടക്കുന്ന മേഖലയാണ്. ഭൂമിയിലെ ജീവിതത്തിനും കാലാവസ്ഥാ സമതുലനത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്.